ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരല്ലേ, നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ. പക്ഷേ ഈ ഒരു പ്ലം കേക്ക് കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിതിൽ ഗോതമ്പ് പൊടിയും ശർക്കരയും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. പ്ലം കേക്കിൻ്റെ സാധാരണ പ്ലം കേക്കിൻ്റെ അധികം ടേസ്റ്റ് അല്ല, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പോളം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 2 അച്ച് ശർക്കര എടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ശർക്കരയിൽ ചെറിയൊരു അഴുക്കൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചെടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ഒരു പകുതി ശർക്കരപ്പാനി മാറ്റി വെക്കാം കേട്ടോ. മാറ്റി വെച്ച ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കറുത്ത മുന്തിരി, കിസ്മിസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി എടുത്തോളൂ കേട്ടോ. വീട്ടിലുള്ള മാത്രം എടുത്താൽ മതി. അത് എന്നിട്ട് നമ്മൾ ഈ ഒരു പകുതി ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി ശർക്കര പാനി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാനിയിലേക്ക് ആ ഒരു ഈന്തപ്പഴവും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യുന്നതിന് പകരമായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു കേക്ക് ടിൻ വേണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇനി കേക്ക് ടിൻ ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണെങ്കിൽ എടുക്കുക. അതിലൊന്ന് ബട്ടർ അല്ലെങ്കിൽ എണ്ണ തടവി കൊടുക്കുക. എന്നിട്ടൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി തന്നെ ഇന്നിട്ടിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനിയില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 1/4 കപ്പോളം ഓയിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലിന് പകരമായിട്ട് ബട്ടർ ചേർക്കാൻ പറ്റുമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ ഉരുക്കിയത്, അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്, നമ്മുടെ ആട്ടപ്പൊടി. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂണോളം സ്പൈസസ് പൊടിച്ചത്, അതായത് പട്ട, കറയാമ്പൂ, ഏലക്കായ, ജാതിപത്രി, ഇത്രയും പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മൈദ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഓറഞ്ച് ഉള്ളതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളടുത്ത് ഓറഞ്ച് ജ്യൂസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ശർക്കര പാനിയിൽ ഒന്ന് ഇതാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അതുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസായി പോവരുത്. ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ വേണം കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് കാഷ്യൂനട്ടും ബദാമും ഉണ്ടായിരുന്നില്ലേ, അതിലേക്ക് 1 ടീസ്പൂണോളം ഗോതമ്പ് പൊടി തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അടിയിലേക്ക് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഉണ്ടാവേണ്ടത്, ഒരുപാട് ലൂസായി പോകരുത്. ഇനി നമ്മുടെ കേക്ക് ടിൻ രണ്ടുമായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് കേക്ക് ടിൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. 45 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു കത്തി വെച്ചൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ അതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇതാ നന്നായിട്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇതാ കണ്ടില്ലേ, നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അല്ലെങ്കിൽ ശർക്കരയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഒന്നും പറയില്ല കേട്ടോ. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നോർമൽ നമ്മുടെ പ്ലം കേക്ക് പോലെയല്ല, പക്ഷെ കുറച്ച് വ്യത്യാസമാണ്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയൊന്നും കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.